ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഞങ്ങൾ എരുന്ത് മേടിക്കാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ വീടിൻ്റെ താഴെയുള്ള തോട്ടിലാണ് എരുന്ത് വരിക. ബാലകൃഷ്ണേട്ടൻ്റെ കൂക്ക് കേട്ടപ്പോഴാണ് ഞങ്ങളിതാ എരുന്ത് മേടിക്കാൻ വേണ്ടി പോയത്. പക്ഷേ എന്താ അന്നേരം മൂപ്പരെ കണ്ടില്ല. ഞങ്ങൾ അതേമാതിരി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലെത്തിയപ്പോഴാണ് വീണ്ടും മൂപ്പരെ കൂക്ക് കേട്ടത്. ഞങ്ങൾ വീണ്ടും ഓടുന്നു. മുന്നിൽ അതൊരു അനിയനെ ഓടി പറഞ്ഞയച്ചു. എങ്ങനെയെങ്കിലും മൂപ്പരെ ഞങ്ങൾക്ക് പിടിച്ചിട്ട് കിട്ടി. അങ്ങനെ എരുന്തൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇനിയുള്ളത് എരുന്ത് റെഡിയാക്കുന്നതാണ്. എരുന്ത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. ഈ വൃത്തിയായി കഴിച്ചതിന് ശേഷം അടുപ്പത്തേക്ക് ഇത് പുഴുങ്ങാൻ വെക്കുക. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് വെക്കുക. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി പുഴുങ്ങി വെന്തപ്പോൾ ഉള്ള വെള്ളമാണ് നിങ്ങൾ കാണുന്നത്. ഈ വെള്ളം നമുക്ക് രണ്ടാക്കിയിട്ട് മാറ്റി വെക്കണം. ഒന്ന് ഈ അവസാനം വേവിച്ച് വെച്ചതിലേക്ക് ഒഴിക്കാനും ഒന്ന് അത് ഈ എരുന്ത് റെഡിയാക്കി വെച്ച് ഇറച്ചി കഴുകാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ എരുന്തെല്ലാം ഇറച്ചിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ ഇറച്ചിയിലാണ് നമ്മൾ ആദ്യം മാറ്റി വെച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകണം. കാരണം വല്ല കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് വെച്ചാൽ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില. ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചതിലേക്ക് വലിയുള്ളിയും അതുപോലെ പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് വീണ്ടും കുറച്ച് ഉപ്പേ ചേർത്താവുള്ളൂ. കാരണം ഈ ഞങ്ങളുടെ ഇവിടെ ഉള്ളത് ഓരുള്ള, അതായത് ഉപ്പുള്ള എരുന്തായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഉള്ളിയിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ അതിൽ ചേർത്താൻ പറ്റുള്ളൂ. എന്നിട്ട് അത് ചേർത്തതിന് ശേഷം തക്കാളി ഇട്ട് നന്നായിട്ടത് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഇത് ഈ എരുന്ത് ഈ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി മാറ്റുകയാണേ. അതിലേക്ക് വേണ്ട പൊടികൾ പിന്നെ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് മാത്രം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വെള്ളത്തോട് കൂടി തന്നെ വീണ്ടും ഈ എരുന്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കുക. അതാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റ് വരുന്ന സംഭവം. അങ്ങനെ അത് നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.